ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട CD ഡീലക്സ് വണ്ടി. ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളതൊന്ന് കയറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓയിൽ കത്തി കുറഞ്ഞു പോകുന്നതാണ്. സിലിണ്ടർ പിസ്റ്റൺ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. പിസ്റ്റൺ സിലിണ്ടറിനകത്ത് നല്ല രീതിയിൽ സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ഒന്നുപോലെ ഈ രണ്ട് ഭാഗത്തും താഴെ മുകളിലും ഉണ്ട്. താഴെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നുപോലെ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി മാറ്റി കളയണം. അതായത് ഈ സിലിണ്ടർ പിസ്റ്റണും കൂടിയിട്ട് മാറ്റി പുതിയത് അസംബ്ലി മേടിച്ചിടാം. അതല്ലാത്ത പക്ഷം രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന സിലിണ്ടർ ബോർ ചെയ്തിട്ട് പിസ്റ്റൺ മാത്രം, പിസ്റ്റണും റിങ്സ്, പിസ്റ്റൺ പിന്നും മാത്രം അത്രയും ഭാഗം മാത്രം മാറ്റിയിട്ട് സിലിണ്ടർ മാത്രം പഴയതിട്ടിട്ട് റീസെറ്റ് ചെയ്താലും മതി. കാരണം നമ്മളങ്ങനെ ഒരു സജഷൻ പറയാൻ കാരണം സാധാരണ നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ മാറ്റാനാണ് പറയാറ്. നമ്മളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് വണ്ടി പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്സുകൾക്ക് റേറ്റിൽ വേരിയേഷൻ വരുന്നില്ല. പാർട്സുകളൊക്കെ നല്ല റേറ്റ് വരും. അപ്പോൾ ചിലവ് ചുരുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ. കാരണം വണ്ടിക്ക് പഴക്കമുണ്ട്. അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഇപ്പോൾ നമ്മൾ മുടക്കിയാലും അതിനുള്ള വാല്യൂ വണ്ടിക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ സജഷൻ പറഞ്ഞതിൻ്റെ ദിവസം കൂട്ടത്തേക്ക് തന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവും കൂടി ലെയ്ത്തിലേക്ക് വിടണം. വാൽവ് ലെയ്ത്തിലേക്ക് വിട്ടിട്ട് വാൽവ് അഴിച്ച് സീറ്റ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഈ രണ്ട് ഐറ്റം നമുക്ക് ലെയ്ത്ത് വർക്ക് തന്നെ കേസാണ് കേട്ടോ. പിന്നെ ക്യാം ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ല. തേമാനം ഉണ്ട് ചെറുതായിട്ട്. അതൊക്കെ ആ രീതിയിൽ തന്നെ നമുക്ക് നിലനിർത്താം. ക്യാം ഷാഫ്റ്റ് ആയാലും പ്രോഗ്രാം ആയാലും കേട്ടോ. അപ്പോൾ ചെറിയൊരു വാൽവടി പോലെ സൗണ്ട് ചെറുതായിട്ടുണ്ടാവും. പക്ഷേ അത് നമുക്കൊരു മേജറായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ഒന്നും വരുത്തില്ല. പിന്നെ നിലവിലിപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്ത് പറഞ്ഞല്ലോ. അപ്പോൾ അത് പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയും. അതിന് ചെറിയൊരു പ്ലേ ഉണ്ട് കേട്ടോ. നിലവിൽ സാധാരണയിലേക്കാൾ ഒരു അല്പം പ്ലേ കൂടുതലുണ്ട്. അതും ഒരു കാരണമാണ് സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണത്തിൽ. അതും ഒരു കാരണമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഐറ്റം ഇപ്പോൾ നമ്മൾ ഈ ഷെയ്ക്ക് ചെയ്യിക്കുന്ന ഈ ഐറ്റം എപ്പോഴെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമ്മൾ ഇതിന് സിലിണ്ടർ പിസ്റ്റൺ പുതിയതിട്ടാലും കംപ്ലൈൻറ്റ് വരും, ബോർ ചെയ്തിട്ടാലും പോകും. അപ്പോൾ ബോർ ചെയ്തിടും അത്രയും എമൗണ്ട് കുറവ് മതിയല്ലോ എന്നുള്ളൊരു ധാരണയും അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ തൽക്കാലം നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലൈൻറ്റാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കണക്ടർ റോഡിൻ്റെ ഈ പ്ലേ നമുക്കൊരു റിസ്ക് ഇല്ലായൊന്നും ഇല്ല കേട്ടോ. ഓൾറെഡി റിസ്ക് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ സൗണ്ട് വേരിയേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിലിണ്ടർ മാത്രം മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. നേരെ മറിച്ച് നമ്മൾ മറ്റേപാട് ഫുള്ളായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്യാറ്. അത് ഫുൾ വർക്കായിട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 10,500 തുടങ്ങി 11 രൂപ അടുത്ത് വരെ നമുക്ക് എഞ്ചിൻ സർവീസ് കിറ്റിന് മാത്രം വരും. അത് പാർട്സുകൾക്ക് മാത്രം. ലേബർ ചാർജ് അഡീഷണൽ വരാം. ലേബർ ചാർജുകളൊക്കെ വരുമ്പോൾ ഏകദേശം നമുക്കൊരു 13-14 രൂപ അടുത്ത് ആ റേഞ്ചിൽ നിലവിൽ വരാറുണ്ട്. അത് നമ്മൾ എഞ്ചിൻ അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പാർട്സുകൾക്ക് വന്നുള്ള ഡാമേജിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റിലൊക്കെ വേരിയേഷൻ വരാം. അപ്പോൾ നിലവിൽ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഇത് മാത്രമാണ്. അപ്പോൾ അത് മാത്രം പരമാവധി നമ്മളത് സോൾവ് ചെയ്യാനുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്യണം കേട്ടോ. അതായത് ക്യാം ചെയിന് കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. ചെയിൻ്റെ ഉള്ളിൽ വരുന്ന റോളർ വീലാണത്. അപ്പോൾ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട്. വീലിനായാലും ചെയിനായാലും വലിച്ചിലൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. തൽക്കാലം നമ്മൾ വാൽവ് ക്ലിയർ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നു. വാൽവും മാറ്റുന്നില്ല. വാൽവ് സീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. വാൽവ് സീറ്റ് ചെയ്തിടാം. സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നു. ആ ഗ്യാസ്കറ്റൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നു. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് നമ്മൾ കാർബറേറ്റർ പോലെ അഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കാർബറേറ്ററിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാരണം വണ്ടി ഓടിച്ചു പോകുമ്പോൾ മിസ്സിങ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിക്കുക. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ മിക്കവാറും നമ്മളത് അഴിച്ചാൽ പിന്നെ ഓവർഫ്ലോൻ്റെ പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഓർമ്മത്തിൽ ഓടിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയണതിൻ്റെ ഒരു കേസ് കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റ് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് മേടിച്ച് കൊണ്ടുവന്നേക്കുന്നത് അവൈലബിൾ അല്ല. ആ സെറ്റിങ്സ് അല്ല. അത് നമുക്ക് HF ഡീലക്സിൻ്റെ മോഡലാണ്. ഇത് നമുക്ക് പഴയ മോഡൽ ഡീലക്സാണ്. ജെനുവിൻ പാർട്സ് ഓൾറെഡി അവൈലബിൾ അല്ല. കാരണം അതൊക്കെ നിർത്തിപ്പോയങ്ങനാണ്. ഞാൻ പുറമെ അന്വേഷിച്ച് നോക്കാം. ഏതെങ്കിലും മാർഗത്തിൽ കിട്ടുമോ എന്നുള്ള ദിവസം നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും പറയാം കേട്ടോ. അതായത് ഹെഡ്ലൈറ്റ് ബ്രാക്കറ്റിൻ്റെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് പറഞ്ഞാണ്. വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് വാട്സപ്പിലേക്ക് ഇടുന്നത് കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. താമസം വരും. ലേറ്റിൽ പോയി വന്നാൽ എൻ്റെ ഒരു ഡിലേ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് ഡേറ്റ്, ഡെലിവറി ടൈം, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്സാപ്പിൽ തന്നെ ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ.